ഹായ് ഹലോ വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. സോ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ നമ്മുടെ ക്ലാസ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് നോക്കേണ്ടത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കമൻറ്റ് പറയണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ഇതുള്ള ആൾക്കാർ ഫ്രണ്ട്സ് എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്യാൻ പറയണം. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്തിനെ റിലേറ്റഡ് ആണ്? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനോട് റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് ആദ്യം നോക്കാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് present value of net proceeds from the issue to the present value of future dividends and redemption payments. അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, 10 വർഷം കഴിഞ്ഞാൽ ഈ ഷെയർ പൈസ മടക്കി കൊടുക്കും. സോ പ്രസൻറ്റ് വാല്യൂ ഇന്നത്തെ 100 രൂപ അന്ന് എത്ര രൂപയായിട്ടാണോ മടക്കി കൊടുക്കുന്നത് ആ വാല്യൂയും കൂടി കൺസിഡർ ചെയ്തിട്ട് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. നിങ്ങൾ ഫോർമുല നോക്കിക്കോളൂ. ഫോർമുല ഈസ് വെരി ഈസി. നിങ്ങൾക്ക് റെഡീമബിൾ ഡിബെഞ്ചേഴ്സിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും പഠിക്കാൻ പറ്റും. കാരണം അവിടെ ഐ എന്ന് വെച്ച് ഫോർമുല തുടങ്ങാറുണ്ട്. അപ്പോൾ അവിടെ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. ഷെയർസിൻ്റെ കാര്യത്തിൽ എന്താണ്? ഡിവിഡൻഡ് ആണ്. അതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് നമ്മളിവിടെ കാണാം. നമുക്ക് ഇതിൽ ഫോർമുലയിൽ നമുക്ക് കാണാം ഡി എന്ന് പറഞ്ഞ് കാണാം അല്ലേ? ആ ഡി എന്താണ്? ഡിവിഡൻഡ് ആണ്. പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഡിബെഞ്ചർ പഠിക്കുമ്പോൾ എന്തായിരുന്നു? പിന്നെ ഇവിടെ ആർ വി, റെഡീമബിൾ വാല്യൂ. 10 വർഷം കഴിഞ്ഞാൽ എന്താണോ മടക്കി കൊടുക്കാൻ പോകുന്നത് അതാണ് റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത്. സോ എന്താണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത് അതാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ 2. ഇതേ ഫോർമുല ആയിരുന്നു, ഓർമ്മയുണ്ടോ? ഡിബെഞ്ചേഴ്സിന്റെ കാര്യത്തിലും. പക്ഷെ അവിടെ ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ ഡിക്ക് പകരം ഐ ആയിരുന്നു. ആഫ്റ്റർ ടാക്സ് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 - t ഉണ്ടായിരുന്നു. രണ്ട് ഇതും കൂടി നിങ്ങൾക്ക് ക്രോസ്, നിങ്ങൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് നോട്ടിൻ്റെയും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മൈനസ് ആവും. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. ആർ വി എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ എന്താണോ മടക്കി കൊടുക്കുന്നത് ആ മടക്കി കൊടുക്കുന്ന എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തപ്പോൾ അത് ചിലപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം, പാറിലാണോ അതിനനുസരിച്ചൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്തു. എ കമ്പനി ഇഷ്യൂസ് 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് redeemable after 10 years at a premium of 5% അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദി കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2. ഇഷ്യൂ ചെയ്യുമ്പോൾ കോസ്റ്റും വന്നിട്ടുണ്ട് 2 രൂപ. അപ്പോൾ നമുക്ക് തീരുമാനമായി പ്രിഫറൻസ് ഷെയർസ് ആണ്. ഉടനെ നോക്കുക നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടോ. നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ അത് റെഡീമബിൾ ആണ്. സോ ഉണ്ട് ഇവിടെ 10 years എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 10 years എന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 10 yearsന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് അത് തീരുമാനമായി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ദ കോസ്റ്റ്. ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കോസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചു കൊടുക്കുമ്പോൾ എന്തും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 5% പ്രീമിയവും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 5% പ്രീമിയം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപയുടെ ഡിബെഞ്ചർ ആണ്? 100 രൂപയുടെ പ്രിഫറൻസ് ആണ്. 100 രൂപയുടെ പ്രിഫറൻസ് ആണ്. ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് ആണ്? ഡിവിഡൻഡ് 10% ആണ് ഡിവിഡൻഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോർമുലയിൽ ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുന്നു. ഡി പ്ലസ് 1/n ബൈ ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ ആർ വി മൈനസ് എൻ പി ബൈ 2. ആൻസർ പെർസെൻറ്റേജിൽ കിട്ടേണ്ടത് കൊണ്ട് ഇൻറ്റു 100. അപ്പോൾ ഡി എന്താ? ഡിവിഡൻഡ്. എങ്ങനെ ഡിവിഡൻഡ് കിട്ടുക? അപ്പോൾ നമുക്കറിയാം ഡിവിഡൻഡ് കിട്ടുന്നത് ഷെയറിൻ്റെ ഫേസ് വാല്യൂ നമ്മളൊന്ന് നോക്കുക. ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. നമ്മൾ ഈ 10,000 ഒക്കെ എടുത്താൽ കുറേ സീറോസിൻ്റെ ഇതൊക്കെ വരും, കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. അപ്പോൾ അത് എടുക്കണ്ട. നമുക്ക് ഈ നമ്പർ എത്ര രൂപയുടെ പ്രിഫറൻസ് ആണ്? 100 അല്ലേ? എത്ര പെർസെൻറ്റേജ് ആ പലിശ? പേരിൻ്റെ തൊട്ട് സൈഡിൽ കിടക്കുന്നുണ്ടല്ലോ 10%. അപ്പോൾ 100ന്റെ
10% ആണ് എന്ത് വരുന്നത്, 100ന്റെ 10% ആണ് ഡിവിഡൻഡ് വരുന്നത്. 100ന്റെ 10% എത്രയാ, 10. അപ്പൊ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ ഏത് കിട്ടി, 10 rupees എന്താന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ, 1. ഓക്കെ, 1 ബൈ n. n എത്രയാ, 10 അല്ലേ. എത്ര ഇയേഴ്സിന്റെ 10. അതാണ് ഈ ഫോർമുലയിൽ ഇവിടെ വരുന്ന കിടക്കുന്ന 10 എന്ന് പറയുന്നത്. ഇനി RV എന്ന് പറഞ്ഞാൽ റെഡീമബിൾ വാല്യൂ. RV എന്താണ്, റെഡീമബിൾ വാല്യൂ. എത്ര രൂപയുടെ ഡിബെഞ്ചർ ആണ് നമ്മൾ, 100 rupeesന്റെ, സോറി ഇപ്പോഴും ഡിബെഞ്ചർ എന്നാ വരുന്നത്, 100 rupeesന്റെ പ്രിഫറൻസ് ഷെയർ ആണ്. ഓക്കെ, സമ്മതിച്ചു. നമുക്ക് വായിച്ചു നോക്കൂ, റെഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം ഓഫ് 5%. അപ്പോൾ 100 രൂപയും വരും പ്ലസ് 5% കൂടിയും വരും, പ്രീമിയം കൂടിയും വരുന്നുണ്ട്, അതിന്റെ പ്രീമിയം കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, 100ഉം 100ന്റെ 5% എന്ന് പറഞ്ഞാൽ 5 രൂപയല്ലേ. അപ്പൊ എത്ര വരും, 105 രൂപയാണ് നമുക്ക് വരിക അല്ലേ. അപ്പൊ ഇവിടെ RV നമ്മൾ എഴുതിയിട്ടുണ്ട് 105. ഇനി നെക്സ്റ്റ് എന്താ, NP എത്രയാണ് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി നോക്കൂ. നമ്മൾ NP എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര കമ്പനിയുടെ ഫേസ് വാല്യൂ എത്രയാണ്, ഇത് നമുക്ക് 105 ആണ്. 105 മനസ്സിലായി. ഇങ്ങനെയാണ് നോക്കി നോക്കൂ, ഫേസ് വാല്യൂ 100 ആണ്. ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2. നമ്മൾ 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ കോസ്റ്റ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ 98 rupees ആണ് ഏത് വരുന്നത്, കോസ്റ്റ് വരുന്നത്. സോ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്, 98 ആണ്. ക്ലിയർ ആയില്ലേ. അപ്പൊ ഫോർമുലയിൽ ഇട്ടു, 105 + 98 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. നമുക്ക് ആൻസർ വരും 10.54 വരും. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ ആൻസർ. ഓരോന്നും വന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കും കൂടി ഒന്ന് കടന്നു നോക്കാം. ഓക്കെ, എളുപ്പമാണ്, കാരണം റെഡീമബിൾ ഡിബെഞ്ചേഴ്സിന്റെ അതേ ഫോർമുലയാണ്. ടാക്സിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. 1 - Tയുടെ പ്രശ്നമേ ഐക്ക് പകരം എന്താണ്, D ആണ് അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഹർഷിത ആൻഡ് കമ്പനി ലിമിറ്റഡ് ഇഷ്യൂസ്, അതിൽ 2 പ്രോബ്ലം കിടക്കുന്നുണ്ട്, 1, 2 എന്ന് പറഞ്ഞിട്ട് അല്ലെ. 2 പ്രോബ്ലം ആണ് അതിൽ കിടക്കുന്നത്. ഒന്ന് 1 ഉണ്ട്, പിന്നെ ഒന്ന് 2 ഉണ്ട്. അപ്പൊ നമുക്ക് 1 കോൺസെൻട്രേറ്റ് ചെയ്യാം പ്രോബ്ലം. ഹർഷിത കമ്പനി ലിമിറ്റഡ് ഇഷ്യൂ 12% redeemable preference shares, capital ₹5 lakh, face value 10. Calculate the cost of capital if shares are issued at par. Okay, premium നമുക്ക് പിന്നെ ചെയ്യാം. Assuming that the shares will be redeemed on 10th year at a premium of 10%. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇഷ്യൂ എങ്ങനെയാണ്, ഇഷ്യൂ ചെയ്യുന്നത് പാറിലും, അതേപോലെ റെഡീം ചെയ്യുന്നത് റെഡീമബിൾ വാല്യൂ എങ്ങനെയുമാണ്, പ്രീമിയമാണ് പറയുന്നത് അല്ലെ ക്വസ്റ്റ്യനില്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല എഴുതാം. D + R, നമ്മുടെ ഫോർമുല എഴുതിയാൽ മതി. നമുക്ക് റെഡീമബിൾ വാല്യൂ എന്ന് വെച്ചാൽ ഈ SV എല്ലാം നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്, NP എന്നുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. SV എല്ലാം നമ്മൾ NP എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ D + RV - NP ഡിവൈഡഡ് ബൈ N ഡിവൈഡഡ് ബൈ RV + NP ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ചെയ്താൽ ആൻസർ എങ്ങനെ കിട്ടും, പെർസെൻറ്റേജിൽ കിട്ടും. ഒക്കെ ചിലർ ചോദിക്കാറുണ്ട് എന്താ ഇൻറ്റു 100 ഇടാത്തതെന്ന്. ഇട്ടില്ലെങ്കിൽ പോയിന്റിൽ തന്നെ ആൻസർ കാണിക്കാം. ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജിൽ കാണിക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുലയിലേക്കുള്ള ഓരോ ഐറ്റവും കാണണ്ടേ. D എങ്ങനെ കാണും, D എന്ന് പറയുന്നത് എത്ര രൂപയുടെ പ്രിഫറൻസ് ഷെയർ. നമ്മൾ ഈ 5 ലക്ഷത്തിന്റെ മുകളിലൊന്നും കാണാൻ നിൽക്കണ്ട. ഒരു ഷെയറിന്റെ വില ഉണ്ടാവും 10 രൂപ. അപ്പൊ ആ 10 രൂപയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ്, 12%. 10ന്റെ 12% നമ്മൾ എടുക്കുന്നു. അപ്പൊ ആൻസർ 1.2 എന്ന് കിട്ടുന്നു അല്ലെ. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൽ 1.2 കിട്ടി. 1/n അറിയാൻ നമുക്ക് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റെഡീമബിൾ വാല്യൂ, റെഡീമബിൾ അറ്റ് പ്രീമിയം എന്നാ പറഞ്ഞേക്കണ അല്ലെ. കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് റെഡീംഡ് ഓൺ ദ 10th year അറ്റ് എ പ്രീമിയം ഓഫ് 10%. അപ്പൊ 10 രൂപയും വരും പ്ലസ് 10% എന്തും വരും, പ്രീമിയവും വരും. അതാണ് റെഡീമബിൾ വാല്യൂ. അപ്പൊ 10ന്റെ 10% എന്ന് പറഞ്ഞാൽ 1 രൂപ. അങ്ങനെ ടോട്ടൽ 11 rupees ആണ് ഏത് വരുന്നത്, നമ്മുടെ റെഡീമബിൾ വാല്യൂ വരുന്നത്. ഇനി നെറ്റ് പ്രൊസീഡ്സ് ഇഷ്യൂഡ് അറ്റ് പാർ, 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക്
തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ ആൻസറും ക്ലിയർ ആയി. അപ്പൊ നമ്മൾ ഇനി അത് ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്ക് അങ്ങനെ ആൻസർ കിട്ടും 12.38 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പൊ ക്ലിയർ അല്ലേ കാര്യങ്ങളൊക്കെ? അപ്പൊ ഇതേ പ്രോബ്ലം തന്നെയാണ്, സെയിം പ്രോബ്ലം നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. നമുക്ക് അവര് വേറൊരു ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം വേറൊരു ഓപ്ഷനിൽ ചെയ്യുമ്പോൾ അതെന്താ വരിക എന്നുള്ളത്. നമ്മൾ മുകളിലേക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലത്തില് ഇഷ്യൂഡ് അറ്റ് പാറും റെഡീമബിൾ അറ്റ് പ്രീമിയം ആയിരുന്നു അല്ലെ. ഇനി നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന് മുമ്പ് എന്തായിരുന്നോ അതെന്താന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും വായിക്കാം. മുകളിലേക്ക് പോയിട്ട് ക്വസ്റ്റ്യൻ നോക്കി നോക്കുന്നു. ഓക്കെ, നമുക്ക് ഈ റബ്ബറൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിന്റെ കാൽക്കുലേഷൻ എന്താന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പറയണേ ഉള്ളൂ ക്ലാസ്സിൽ. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, ഹർഷിത കമ്പനി ലിമിറ്റഡ് ഇഷ്യൂ 12% redeemable preference shares of 5 lakh, face value 10 ആണ്. Calculate the cost of capital at if the shares are issued at 10% premium. ഇഷ്യൂ ചെയ്യുന്നത് 10% എന്തിലാണ്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 10% പ്രീമിയത്തിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം. നമുക്ക് റെഡീം ചെയ്യേണ്ടത് എത്രയിലാണ്, നമ്മൾ റെഡീം ചെയ്യുന്നത് നമ്മൾ 10% പ്രീമിയത്തിൽ തന്നെ റിഡീം. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിൽ, റെഡീം ചെയ്യുന്നതും പ്രീമിയത്തിൽ. അപ്പോൾ നമ്മൾ ഫോർമുലയൊക്കെ എഴുതും, D plus RV minus NP divided by RV plus NP by 2 into 100 ചെയ്യും അല്ലേ. അപ്പോൾ ചെയ്തൊക്കെ D എത്രയാ വരിക? ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 രൂപയുടെ ഷെയർ ആണ്. എത്ര പെർസെൻറ്റേജ് ആണ് ഇത് വരുന്നത്? 12% ആണ്. അപ്പൊ ആൻസർ എത്രയാണ്? 12 1.2 അല്ലെ. 1.2 തന്നെയാണ് നമുക്ക് എന്ത് വരിക, ഇൻട്രസ്റ്റ് വരിക. ഡിവിഡൻഡ് 1. ഇപ്പോഴും എനിക്ക് ഡിബെഞ്ചർ ആയിട്ട് ഞാൻ ഇങ്ങനെ ഫോർമുല എപ്പോഴും അപ്പൊ ഡിവിഡൻഡ് ആണ്. അപ്പൊ 1.2 ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, RV അറിയണം അല്ലെ. RV എങ്ങനെയാ, 10% പ്രീമിയം. അപ്പൊ 10 രൂപയും പ്ലസ് പ്രീമിയവും. അപ്പൊ 10ഉം 10ന്റെ 10% പ്രീമിയം എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 11 rupees ആയി നമ്മളുടെ ഇഷ്യൂ. ഇനി ഇഷ്യൂ പ്രൈസ്, നെറ്റ് പ്രൊസീഡ്സ് എന്താ വരിക? നെറ്റ് പ്രൊസീഡ്സും പ്രീമിയത്തിൽ തന്നെയാണ്. അപ്പൊ 10 രൂപയുടെ ഷെയർ നമ്മൾ എത്രയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു? 11 രൂപയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10% തന്നെയാണ് അവിടെ പ്രീമിയവും വരുന്നത്. അപ്പൊ എത്ര രൂപയ്ക്ക് തന്നെയാണ്? 11 തന്നെയാണ് നമുക്ക് വരുന്നത്. സോ 11 - 11 0/10. അപ്പൊ ഈ ടേം അങ്ങനെ അങ്ങോട്ട് പോവും. പിന്നെ അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് സ്വയമായിട്ടൊന്ന് നോക്കി നോക്കൂ, എത്ര ആൻസർ വരുന്നതെന്ന് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസറും ഇടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ഇഷ്യൂ ചെയ്യുന്നതും റെഡീം ചെയ്യുന്നതും തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്, തനിയെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം റെഡീമബിൾ ഡിബെഞ്ചേഴ്സിൻ്റെയും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെയും ഫോർമുലാസ് തമ്മിൽ കുറേ മാച്ചിങ് ഉണ്ട്. ടാക്സിൻ്റെ പ്രൊവിഷനേ വേണ്ട പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ. അതേപോലെ ഇൻട്രസ്റ്റ് അല്ല, D ആണെന്ന് മാത്രമാണ് അവിടെ വരുന്ന ഇത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒപ്പം പ്രോബ്ലം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നോട്ട്ബുക്കൊക്കെ കയ്യിൽ വെക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സോ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് ഡിബെഞ്ചേഴ്സിൻ്റെയും കഴിഞ്ഞു, പ്രിഫറൻസ് ഷെയർസിൻ്റെയും കഴിഞ്ഞു. അടുത്ത പാർട്ട് നമുക്ക് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.